കൊടും ചൂടാണുള്ളത്. കോഴികളൊക്കെ ചത്തൊടുങ്ങുന്ന ഒരു ടൈമാണ് ഈ ഒരു ചൂടിൽ. എനിക്കറിയുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്കിന്ന് പങ്കുവെക്കുന്നത്. ഒന്നാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കോഴികൾക്ക് എപ്പോഴും തണുത്ത വെള്ളം കൊടുക്കാൻ നോക്കുക. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നമ്മളെ ഏകദേശം ആളുകളെ വീട്ടിലും ഫ്രിഡ്ജുണ്ടാവുമല്ലോ, സല്ലാജ. അതുപോലെ തന്നെ ഐസിൻ്റെ കട്ട എല്ലാ കോഴികൾക്കും നിങ്ങൾ ബോട്ടലിലാണോ വെള്ളം കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ബോട്ടലിൽ ഒരു 5-8 കട്ട ഇട്ട് കൊടുത്ത് അതിൽ വെള്ളം നിറച്ചിട്ട് കൂട്ടിൽ വെച്ച് കൊടുക്കുക. അതൊരു രാവിലെ ഒരു 10-11 മണിക്ക് ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ ഏകദേശം അവർക്ക് അതിന് തണുത്ത വെള്ളം കിട്ടുകയും ചെയ്യും. അവർക്ക് കുറേയൊക്കെ ചൂടിൽ നിന്ന് പ്രതിരോധിക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ ചില ആളുകൾ ഡ്രിങ്കർ സിസ്റ്റം സെറ്റ് ചെയ്തിട്ടുണ്ടാവാം. അപ്പോൾ അതിൽ ചിലപ്പോൾ 50 ലിറ്ററിൻ്റെ ടാങ്ക് അല്ലെങ്കിൽ 20 ലിറ്ററിൻ്റെ ടാങ്ക് ഇതിൽ നിന്നായിരിക്കും ഡയറക്റ്റ് വെള്ളം വരണം. അതൊരു പാത്രത്തിൽ ഒരു ഐസ് വലിയ കട്ട ആക്കിയതിന് ശേഷം അതൊരു 10-11 മണിക്ക് ആ ഡ്രിങ്കറിൽ ഇട്ട് കൊടുത്താലും കുറേയൊക്കെ നമുക്ക് കോഴികളെ ഈ അസുഖത്തിൽ നിന്ന് മുക്തി നേടാൻ പറ്റും. കാരണം ഇവർ വെള്ളം നല്ല കുടിക്കും. മൂത്രവും കാഷ്ടം കൂടെ ഒന്നിച്ചാണ് വരൽ. അപ്പോൾ ഇവരെ ലൂസ് മോഷനായിട്ട് വരണമായിട്ട് നമുക്ക് തോന്നും. കോഴികളെ വിട്ട് വളർത്തുന്ന ആളുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെ അവിടെ പുറത്തായിരിക്കും ഭക്ഷണങ്ങൾ വെച്ച്. കൂടിൻ്റെ ചുറ്റുഭാഗത്തും ഞങ്ങളുടെ പറമ്പിൽ മൊത്തത്തിൽ വല കെട്ടിയിട്ട് അതിലാണ് കോഴികൾ നിൽക്കുന്നത്. പുറത്തുനിന്നൊരു കോഴികൾ വരലില്ല. എന്നാലും കോഴികൾക്ക് അസുഖം കയറി വരണമെന്നുണ്ട്. പക്ഷേ അവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കോഴികൾക്ക് മറ്റു കോഴികൾ ഈ വല കെട്ടിയത് കൊണ്ട് കോഴികൾക്ക് അസുഖം വരാതിരിക്കില്ല. കോഴികൾ പുറത്ത് പോകണില്ല. അതല്ല പുറത്തുനിന്ന് വല്ല കോഴികളും ഈ അകത്ത് കയറുന്നില്ല. അവിടെ നമ്മൾ ഭക്ഷണം ഇട്ട് കൊടുക്കുന്നത് പുറത്തായിരിക്കും. പുറത്താണ് ഭക്ഷണം ഇട്ട് കൊടുക്കുക. പുറത്തായിരിക്കും വെള്ളം വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ പുറത്ത് വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ ഇപ്പോൾ ഈ ചൂട് ടൈം ആകുമ്പോൾ പക്ഷികൾക്കും വെള്ളം ആവശ്യമാണ്. മറ്റു പക്ഷികളൊക്കെ വന്നിട്ട് വെള്ളം കുടിക്കാൻ വരും. ഭക്ഷണം കണ്ട ഭക്ഷണം കഴിക്കും. ചൂട് ടൈമിലാണ് എല്ലാ പക്ഷികൾക്കും കാര്യങ്ങൾക്കൊക്കെ അസുഖം വരുന്ന ടൈം. ഈ അസുഖങ്ങൾ ഈ വെള്ളത്തിൽ നിന്ന് നമ്മൾ കോഴികൾക്കും പകരും. അപ്പോൾ മറ്റുള്ള കോഴികൾക്കും പകരും. അങ്ങനെ കോഴികൾ പെട്ടെന്ന് സിയാർഡി അസുഖങ്ങളൊക്കെ വന്ന് പെട്ടെന്ന് ചാവാനും സാധിക്കും. നമ്മൾ ഭക്ഷണം കൊടുക്കുന്ന ടൈമിൽ ഈ പാത്രങ്ങൾ ഒക്കെ വൃത്തിയാക്കി കഴുകിയതിൻ്റെ ശേഷമേ അതിൽ വെള്ളവും ഭക്ഷണവും ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. എന്നാലും അസുഖങ്ങൾ കുറഞ്ഞു കിട്ടും. അല്ലാതെ ആളുകൾ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കൊടുത്തിട്ട് കോഴികൾക്ക് കൊടുക്കുന്നുണ്ട്. ഹോട്ടലിൽ നിന്ന് ചിലപ്പം 10-11 മണിക്കൊക്കെ നമ്മൾ വീട്ടിൽ കൊടുന്ന് കൊടുക്കും. പക്ഷെ അത് തലേന്നത്തെ ഭക്ഷണങ്ങൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കോഴികൾക്ക് പെട്ടെന്ന് അസുഖം വരും. നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കാൻ നോക്കുക. ഡ്രൈ ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഈ ടൈമിൽ കൊടുക്കാൻ നോക്കുക. അതൊക്കെയാണ് ഇപ്പോൾ ചെയ്യേണ്ടത്. ചൂട് കൂടുന്ന ടൈമിൽ ഈ പുറത്തൊക്കെ കൂട് വെച്ച ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഓലകളോ മറ്റോ ഒന്ന് മറച്ച് കൊടുത്ത് ചൂടിനെ സംരക്ഷിക്കാനുള്ള ഒരു കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക. ചുണ്ടിങ്ങനെ അകത്തി പിടിച്ചിരിക്കുന്നത് അത് എന്തുകൊണ്ടാണ്? അതൊരു അസുഖമാണോ എന്ന് ചോദിക്കണം. അതൊരു അസുഖമല്ല. മനുഷ്യന്മാർക്ക് ചൂട് കൂടുമ്പോൾ അത് വയർത്തെങ്കിലും പോകും. പക്ഷേ കോഴികൾക്ക് ചൂടിനെ പ്രതിരോധിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൻ്റെ ചൂട് പുറം തള്ളുന്നതാണ് ഇങ്ങനെ കാണിക്കുന്നത്. അവർക്ക് വേർത്ത് പോകണില്ല. കോഴികൾ വേർപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അവരെ അങ്ങനെ കാണിക്കുന്നത് ഈ വാഴ ഇങ്ങനെ പൊന്തിച്ചിങ്ങനെ പിടിച്ചിട്ട് ഇവരിങ്ങനെ ഒരു ജർക്കിങ് കാണിക്കുന്നുണ്ടാവും. അത് അവരെ ചൂട് പുറം തള്ളുകയാണ് അവർ ചെയ്യണത്. അല്ലാതെ ഒരു അസുഖമല്ല. അതും കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരുപാട് ആളുകൾ ചോദിച്ചിട്ടുണ്ട് അത് അസുഖമല്ല. അങ്ങനെ വായ പൊന്തി പിടിച്ച് കാണ്ട് ഇങ്ങനെ വലിക്കണുണ്ടെങ്കിൽ അത് അസുഖമാണ്. ഇതൊരു അസുഖമല്ല. ഇത് ഏത് കോഴികൾക്കുണ്ടോ ആ 2 ചുണ്ടുകൾ ഇങ്ങനെ അകത്തിങ്ങനെ ജർക്കിങ് ചെയ്യണം. ഇവരെ ഒരു ചൂട് പുറന്തള്ളുകയാണ് ചെയ്യണം. അവർ കോഴികൾ വയർത്ത് പോകണില്ല. അപ്പോൾ അങ്ങനെ അവിടെ ചൂടിനെ പ്രതിരോധിക്കുന്നത് അങ്ങനെയാണ്. ആ ചൂടിനെ തരണം ചെയ്യണം അവർ ആ ചെയ്യണത്. അപ്പോൾ അതൊരു അസുഖമല്ല. അതുപോലെ കോഴികൾക്ക് R2B ഇഞ്ചക്ഷൻ എടുക്കാൻ നോക്കുക. കാരണം നമ്മൾ 2 മാസമായ കുഞ്ഞുങ്ങൾ ആയിട്ടുണ്ടെങ്കിൽ 2 മാസം അതിന് മുമ്പ് IVD ലസോട്ട കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊടുക്കേണ്ടവർക്ക് കൊടുക്കുക. അതിൽ പ്രതിരോധമായിട്ടുള്ള മരുന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതും കൊടുക്കണില്ല എന്നുണ്ടെങ്കിൽ ഈ ടൈമിൽ R2B ഇഞ്ചക്ഷൻ 2 മാസം മുതൽ 6 മാസം വരെ R2B ഇഞ്ചക്ഷൻ അടിക്കുക. ഇപ്പോൾ 2 മാസമായ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ R2B ഇഞ്ചക്ഷന് അതിൻ്റെ 5 ml കണക്ക് പ്രകാരം തൊലിൻ്റെ ഇടയിൽ ചിറകിൻ്റെ തൊലിൻ്റെ ഇടയിൽ കൊടുക്കും. ഇനി കോഴി വസന്ത കയറി വന്നാലും മറ്റു മരുന്നുകൾ നമ്മൾ കൊടുത്താൽ ഈ R2B അടിച്ചതിൻ്റെ കാരണത്താൽ ആ കോഴി വസന്തക്കുള്ള മരുന്നുകൾ അതിനെ എഫക്റ്റ് ചെയ്യും. നമ്മൾ ഈ ചൂടിനൊക്കെ വരണതാണ് ഈ തല ഇങ്ങനെ കണ്ടില്ലേ, തല ഇങ്ങനെ ആയി. ഇത് നമ്മൾ പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ മാറി കിട്ടാൻ ഇപ്പോൾ മാറി വന്നത്. അതിന് നമ്മൾ കൊടുക്കേണ്ടത് ന്യൂറോബയാണ് കേട്ടോ. ഈ ഒരു ഗുളികയാണ് ന്യൂറോബയൻ 40. നമ്മൾ ഗുളിക കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. എത്തുമ്പോൾ ഈ സെൻറ്ററിൽ ഒരു ഹോൾസ് ഉണ്ടാവും. കാരണം ഈ ഗുളിക പോകരുത്. അപ്പോൾ ഈ നല്ല തുറന്ന് കൊടുത്ത് ഏറ്റവും അണ്ണാക്കിക്കാൻ ഈ സാധനം ഇട്ട് കൊടുക്കണം. കാരണം അതിൻ്റെ അകത്തേക്ക് പോയത് ഈ ഗുളികയൊക്കെ അവർ വീങ്ങിക്കോളും. ഇതിൻ്റെ അവിടെ വെച്ച് കൊടുത്താൽ മതി. അതങ്ങനാണ്ട് അവർ വീങ്ങും. വേണ്ട, ചുണ്ടിൻ്റെ അവിടെ വെച്ച് കൊടുത്ത് അവരത് വീങ്ങിക്കോളും. ഇത് മാസങ്ങളോളം നമ്മൾ ന്യൂറോബയാണ് ഇതിന് വിറ്റാമിനുള്ള ഈ EV1 ഒക്കെ കൊടുക്കുക. ഇതാണ് ചെയ്യേണ്ടത് കേട്ടോ. ഈ ഗുളികയാണ് നമ്മൾ സാധാരണ ഒരു പെട്ടെന്നൊരു തൂക്കം വരികയാണെന്നുണ്ടെങ്കിൽ ഈ ഗുളിക നമുക്ക്
കോഴികൾക്ക് കൊടുക്കാൻ പറ്റും. കോഴികൾക്ക് 1 ലിറ്റർ വെള്ളത്തിൽ 1 ഗുളിക എന്നുള്ള കണക്കാണ്. അപ്പോൾ അങ്ങനെ കലക്കി വെച്ച് കൊടുക്കുമ്പോൾ എല്ലാ കോഴികളും കുടിച്ചോളണമെന്നില്ല. ഒന്നിൽ 10 ഉണ്ടാവുക 56 റുപ്യ 55 റുപ്യൻ്റെ റേറ്റ് വരുന്നുണ്ട്. കണ്ടില്ല, ഇതിൻ്റെ സിഫ്ലോക്സ് എന്നാണ് ഇതിൻ്റെ പേരുള്ളത്. ഇത് വൈറ്റ്നറി എന്ന് കിട്ടും. ചില ഭാഗത്തും കിട്ടാൻ ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ വരും ഗുളിക. ഇത് 1 ലിറ്റർ വെള്ളത്തിൽ അല്ലെങ്കിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ ഇത് ശരിക്കും പൊടിച്ച് കലക്കി കൊടുക്കുക. എല്ലാ കോഴികൾക്കും കലക്കി കൊടുത്താലും മതി. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ 10 ഉണ്ടാവുമല്ലോ ഒന്നിൽ, ആ 10 എടുത്തിട്ട് പാത്രത്തിൽ ഇട്ട് വെച്ചിട്ട് ശേഷം ഉടക്കുക. കാരണം വെച്ചാൽ കുത്തി ഉടക്കണമെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് കോഴികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ചെറിയ തരിയായി കിട്ടും. ഒരു കോഴികൾക്കൊക്കെ നമുക്കിതിങ്ങനെ കൊടുക്കാൻ പറ്റും. മറ്റേത് ഒന്നായിട്ട് കൊടുക്കുമ്പോൾ എല്ലാ കോഴികളും കഴിച്ചോളണമെന്നില്ല. അപ്പോൾ പെട്ടെന്ന് നമ്മൾ കോഴികൾക്ക് തൂക്കം കാണുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഗുളിക അങ്ങനെ കൊടുക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു പൗഡറായി കിട്ടും. കണ്ടില്ലേ, ഇങ്ങനെ ഒരു പൗഡറായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ഒരു നുള്ള് എടുത്തിട്ട് കോഴികൾക്ക് വായിലിട്ട് കൊടുക്കുകയാണ് നല്ലത്. പനി എല്ലാ തൂക്കം കാണുമ്പോൾ നമ്മൾ ആ കോഴികളെ തൊട്ട് നോക്കിയാൽ തന്നെ അറിയാം പനി ഉണ്ടാവും. പനി ഉണ്ടാകുമ്പോൾ നമ്മൾ ഈ ഒരു സാധനമാണ് കൊടുക്കേണ്ടത്. ഈ ഒരു സാധനം പനിക്കുള്ള ഒരു മരുന്ന് തന്നെയാണ്. കണ്ട, തുള്ളി കൂടുതൽ ഏറാൻ പാടില്ല. ഏറി കഴിഞ്ഞാൽ കോഴികൾ ചത്തു പോവുകയും ചെയ്യും. അത്രയും സ്ട്രോങ് ഉള്ള സാധനം. നമ്മൾ ചെറിയ കുഞ്ഞുങ്ങളാണ് ഒരൊറ്റ തുള്ളി ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. വായയിൽ കിറ്റിച്ച് കൊടുക്കുക. ഞാൻ പറഞ്ഞ പോലെ തന്നെ വാഴ പകർത്തിയിട്ട് അതിന് ആ നാവിൻ്റെ തലപ്പത്ത് ഉറ്റിച്ച് കൊടുത്താലും കുഴപ്പമില്ല. ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. 2 തുള്ളി വലിയ കോഴികൾക്ക്. ഇത് 2 നേരം കൊടുത്താൽ പനിയാണ്ട് വിടുകയും ചെയ്യും. നമ്മൾ ഈ മറ്റേ പനിക്കുള്ള ഗുളിക വേങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സാധനമാണ് ഏറ്റവും നല്ലത്. ലിക്സം പൗഡറൊക്കെ വെള്ളത്തിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ലിക്സം പൗഡർ ചെറിയ കുഞ്ഞുങ്ങൾക്ക് നല്ലതാണ്. ലിക്സം പൗഡർ കലക്കി കൊടുക്കുന്നത് 1 ലിറ്റർ വെള്ളത്തിൽ 1/2 ടീസ്പൂൺ എന്നുള്ളതിൽ കലക്കി കൊടുക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ഉണ്ട് കേട്ടോ. ഒരു പീ ഒന്നിനെ 91 ഉറുപ്പിയാണ് റേറ്റ് ഉണ്ട്. ഇത്ര വന്നൊരു പാക്കിന്, ലിക്സം പൗഡറിൻ്റെ പാക്കിന്. നമ്മൾ ഈ കോഴികൾ ഈ രക്തം കാഷ്ടിക്കുന്നതിനൊക്കെ നല്ലതാണ്. ഈ ഒരു മരുന്നുണ്ടല്ലോ, ഈ സബ്ട്രാൻ എന്ന് പറഞ്ഞ ഈ ഒരു മരുന്ന് വാങ്ങാൻ കഴിയുന്ന നല്ലൊരു എഫക്റ്റ് ചെയ്യുന്ന ഒരു മരുന്നും കൂടിയാണ്. നമ്മൾ ഈ കോഴികൾക്ക് ഉണ്ടാകുന്ന ഈ ശ്വാസന്തിങ്ങൾ, അതുപോലെ തന്നെ മൂക്കടിപ്പ്, പനി, അതുപോലത്തെ അങ്ങനത്തെ കാര്യത്തിനൊക്കെ 2 തുള്ളിയൊക്കെ വെച്ചിട്ട് കൊടുക്കുകയാണ്, ഫില്ലറാക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ പെട്ടെന്ന് മാറിക്കിട്ടുന്ന ഒരു മരുന്നും കൂടെയാണ് സബ്ട്രാൻ. ഇത് സ്വാഭാവിക കിട്ടാറ് ബുദ്ധിമുട്ടുണ്ട്. 20 റുപ്യ 21 റുപ്യ റേറ്റ് വരണുള്ളൂ. പക്ഷേ ഇതിൻ്റെ വേറൊരു ഐറ്റം കൂടെ ഉണ്ട്, ബാക്ടീരിയം എന്ന് പറഞ്ഞത്. ഈ ഒരു മരുന്നും കൂടെ, ഈ ബാക്ടീരിയം എന്ന് പറഞ്ഞ ഈ ഒരു മരുന്നും സെയിമേനെയാണ്. നല്ല പെട്ടെന്ന് അസുഖങ്ങൾ, അതായത് പെട്ടെന്ന് നമ്മൾ കോഴികൾ തൂക്കം കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കൊടുക്കാൻ നേരത്തെ പറഞ്ഞപ്പോൾ ആ ഗുളിക്കും പറ്റും. അതുപോലെ തന്നെ ഇതൊക്കെ നമ്മൾ ഈ കോഴികൾ കണ്ട് വായ പൊളന്ന് ശ്വാസം വിടാൻ ബുദ്ധിമുട്ട് വരുന്ന ഒരു ടൈം, ആ ടൈമിലൊക്കെ ഇതൊക്കെ കൊടുത്ത് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ലൊരു ഉപകാരപ്പെട്ടൊരു മരുന്നും കൂടെയാണ് ഈ ഒരു മരുന്ന്. പിന്നെ നമ്മൾ എപ്പോഴും കരുതി വെക്കേണ്ട ഒരു സാധനമാണ് അൽബോമർ. എന്ന ഈ കോഴികൾക്ക് വിരശല്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ കൊടുക്കേണ്ട ഒരു സാധനമാണ് അൽബോമർ. 2 മാസം മുതൽ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. 2 മാസമായ കുഞ്ഞുങ്ങൾക്ക് അൽബോമർ കൊടുക്കുകയാണെങ്കിൽ നമ്മൾ ഒരു ഫില്ലറിലാക്കി കൊടുക്കുകയാണ് നല്ലത്. അല്ലെങ്കിൽ വൈകുന്നേരമൊക്കെ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ലിറ്റർ വെള്ളത്തിലൊക്കെ ഇതിൻ്റെ ഒരു 2 മൂടിയൊക്കെ എടുത്ത് കലക്കിയതിന് ശേഷം കൂട്ടിൽ വെച്ച് കൊടുക്കുക. എല്ലാ വെള്ളവും കൂടുതൽ പിറ്റേന്ന് നമ്മൾ കൂട് വൃത്തിയാക്കും വേണം ചെയ്യണം. ഇല്ല എന്നുണ്ടെങ്കിൽ പണിപാളും ചെയ്യും. കാരണം വിരകളൊക്കെ ഇളകിപ്പോയി കഴിഞ്ഞാൽ കൂട്ടിൽ അതുപോലെ തന്നെ വൃത്തിയാക്കില്ല എന്നുണ്ടെങ്കിൽ അതുങ്ങൾ വീണ്ടും അസുഖം കയറും. അപ്പോൾ ഈ ഒരു 2 മാസമായ കുഞ്ഞുങ്ങൾക്ക് 2 തുള്ളി കൊടുക്കുക. അതിൻ്റെ 3 മാസമായ കുഞ്ഞുങ്ങൾക്ക് 4 തുള്ളി കൊടുക്കുക. അഡൾട്ട് ഒരു 7 മാസമായ കോഴികൾക്കാണെന്നുണ്ടെങ്കിൽ ഒരു 6 തുള്ളിയൊക്കെ വെച്ചിട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പോറോൺ. ചില ആളുകൾ ചോദിക്കുകയാണ്, കോഴികൾ ഈ ചിലപ്പോൾ നമുക്ക് ഈ എന്താ പറയുക, ഈ ഒരു കോഴികളെ ഈ അടിഭാഗത്ത് ഒരു ബ്ലേഡ് പോയ കനം കുറഞ്ഞൊക്കെ വരുന്നുണ്ടാകും. അത് ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, കോഴികളെ അതിൻ്റെ ആ സ്കിന്നുമൊക്കെ ഒരുപാട് ചെള്ളുകൾ, ചെറിയ പ്രാണികളുണ്ടാകും, നമുക്ക് കാണാൻ പറ്റില്ല. വൈകുന്നേരം ആയിക്കഴിഞ്ഞാൽ രാത്രി ആയിക്കഴിഞ്ഞാൽ ടോർച്ച് അടിച്ചാൽ പ്രാണികൾ ഇങ്ങനെ നടക്കണം കാണാം. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കോഴികൾക്ക് വൈറ്റ് ലോസ് വന്ന് ചാവാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചെള്ള് കാര്യങ്ങൾ കോഴിപ്പേനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഈ ഒരു സാധനം പോറോൺ എന്ന് പറഞ്ഞ സാധനം കൂടുതൽ ഏറാൻ പാടില്ല കേട്ടോ. ഇതാണ് അതിൻ്റെ സ്കിന്നുമ്മേ, അതിൻ്റെ ആ മുകൾ ഭാഗത്ത് സ്കിന്നുമ്മേ 2 തുള്ളി ഊറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. ചെറിയ കുഞ്ഞുങ്ങളാണെങ്കിൽ കഴിയണത് ഒഴിവാക്കുക. 2 മാസമായ കുഞ്ഞുങ്ങൾക്ക് 1 തുള്ളി ഞാൻ ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞു കേട്ടോ. വലിയ അഡാൾട്ട് കോഴികളാണെന്നുണ്ടെങ്കിൽ ഇത് 2 തുള്ളി ഊറ്റിച്ച് കൊടുക്കും. അപ്പോൾ നമ്മൾ ആ ചെള്ള് കാര്യങ്ങളൊക്കെ ഒഴിവായി കിട്ടും. ഏറ്റവും നല്ല മരുന്നാണ്. കൂടുതൽ ഏറിക്കഴിഞ്ഞാൽ കോഴികൾക്ക് പണി പാളും. അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. ഇതിൽ ഒരു ഫില്ലറിലാക്കിയിട്ട് ഊറ്റിച്ച് കൊടുക്കുന്നത് നല്ലതാണ്. അതിൻ്റെ സ്കിന്നും ഊറ്റിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഇത്രയും മരുന്നുകളാണ് എൻ്റെ ഈ ഒരു ഫാമിലി മാത്രം ഞാൻ ഉപയോഗിക്കുന്നത്. മറ്റു മരുന്നുകളൊന്നുമില്ല. മറ്റ് ലിക്വിഡുകളും ഗ്രോത്തിന് കിട്ടാനുള്ള ഗ്രോവി പ്ലസ് വിമറാളി കാര്യങ്ങളൊക്കെ എപ്പോഴെങ്കിലൊക്കെ യൂസ് ചെയ്യേണ്ട കഴിയണം. നമ്മൾ ശുദ്ധ വെള്ളമായിട്ട് കൊടുക്കാൻ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് തോന്നിയാൽ നിങ്ങൾ മറ്റു കോഴി കർഷകർക്കൊക്കെ ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഒരുപാട് മരുന്നുകളുണ്ട്. നമുക്ക് അത്യാവശ്യപ്പെട്ട മരുന്നുകളും കാര്യങ്ങളും ഞാൻ ഈ 3-4 ഐറ്റം മരുന്നുകളാണ് ഞാൻ യൂസ് ചെയ്യണുള്ളൂ.
പിന്നെ അത്യാവശ്യം വരികയാണ് ഗ്രോയി പ്ലസ് വിമ്രാളൊക്കെ കൊടുക്കലുണ്ട്. അത് എപ്പോഴും ഇല്ല, എപ്പോഴെങ്കിലും ഒരു മാസത്തിൽ 2-3 പ്രാവശ്യങ്ങളൊക്കെ കൊടുക്കുള്ളൂ. അധികം നമ്മൾ ഭക്ഷണത്തിൻ്റെ ഒരു നിയന്ത്രണം കൊണ്ട് തന്നെ കോഴികളെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. ഇത് കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, ക്ഷമിക്കണം. ഒക്കെ ബൈ.